സുഹൃത്തുക്കളെ, മാർക്കറ്റ് ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോകാറായിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ JSW സ്റ്റീലിലാണ് ഒരു ട്രേഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നൊരു ഗ്യാപ്പ് ഡൗൺ ആണ് JSW സ്റ്റീലിൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 1.5% ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാർക്കറ്റ് ആരംഭിച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്കത് പറയാം. ഓക്കെ. സുഹൃത്തുക്കളെ, അത് നമ്മൾ ഇൻട്രാഡേ ഓർഡർ ഇന്ന് റിജക്റ്റ് ചെയ്യുവാണ്. ഞാൻ ഓർഡർ ബുക്ക് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഓർഡർ ഇത് കണ്ടോ, റിജക്റ്റ് ചെയ്യുവാണ്. നമ്മൾ ഓർഡർ ഇട്ടിട്ട് അവരത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതായത് ഇന്ന് ഇൻട്രാഡേ ഓർഡർ അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. നമ്മൾ ഈ പ്രൈസ് ലൈൻ വെച്ചിട്ട് ഇവിടെയാണ് അത് എൻട്രി എടുക്കാൻ നോക്കിയത്, അത് സമ്മതിക്കുന്നില്ല. അപ്പോൾ നമുക്ക് അവിടുന്ന് തന്നെ നോക്കാം. ഇവിടുന്ന് നമ്മൾ എൻട്രി എടുത്തു എന്ന് നമ്മൾ സങ്കല്പിച്ചാൽ ഇന്നെന്ത് സംഭവിക്കാം, അത്രമാത്രം ഇനിയിപ്പോൾ നമുക്ക് നോക്കാനുള്ളൂ. കാരണം ഓർഡർ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇന്നിപ്പോൾ ഒരു സ്പെഷ്യൽ ട്രേഡിംഗ് സെഷൻ വെച്ചേക്കുന്നതാണ്. ഒരു സെഷൻ നമുക്ക് കാലത്തെ 9:15 മുതൽ 10:30 വരെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊരു സെഷൻ. അതിന് ശേഷം 11:30 തൊട്ട് 12:30 വരെ, അങ്ങനെ 2 സെഷനായിട്ടാണ് ഇന്ന് വെച്ചേക്കുന്നത്. ഇന്നൊരു സ്പെഷ്യൽ ട്രേഡിംഗ് എന്തൊക്കെയോ അവർക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടിട്ടായിരിക്കാം, വലിയൊരു ഫ്ലക്ച്വേഷൻ ഒന്നും ഉണ്ടാകണ്ടെന്ന് കരുതിയിട്ടായിരിക്കാം അവർ നമുക്ക് ഓർഡർ തരുന്നില്ല. നമ്മൾ എടുക്കാൻ ശ്രമിച്ച ഓർഡർ റിജക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് നമ്മൾ ഇങ്ങോട്ടേക്കാണ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇവിടുന്ന് ഓർഡർ എടുത്തിട്ട് ഈ ഒരു റെസിസ്റ്റൻസ് വരെ, ഇതിപ്പോൾ 1:3.3 നമുക്ക് കിട്ടും. ആക്ച്വലി നമ്മൾ ഇന്ന് തൊട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, 5000 രൂപയ്ക്ക് അടുത്ത് നിൽക്കുന്ന ഓർഡറാണ് നമ്മൾ എടുക്കാൻ നോക്കുന്നത്. അതായത് ഇപ്പോൾ JSW സ്റ്റീലിൻ്റെ 27 നമ്പർ നമുക്ക് കിട്ടും. ഏകദേശം ഒരു 5000 രൂപയ്ക്ക് അടുത്ത് നമുക്ക് എക്സ്പെൻസ് വരും. നമ്മുടെ അക്കൗണ്ടിൽ ഇപ്പോൾ ഉള്ളത് 9000 രൂപയാണ് അക്കൗണ്ടിലുള്ളത്. 2 തവണ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത് നോക്കി, 2 തവണയും അത് അവർ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇനി നമുക്കറിയേണ്ടത് ഇവിടെ 1:3.1, അത് നമുക്ക് 1:3 എന്നൊരു കണക്കിലേക്ക് ഒന്ന് റൗണ്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ. അപ്പോൾ ഈ ലൈൻ ഞാൻ മാർക്ക് ചെയ്തേക്കുന്ന ഇപ്പോൾ എടുത്ത് കളയുവാണ്. ഇത് മാർക്കറ്റ് പ്രീ ഓപ്പൺ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് മാർക്ക് ചെയ്തതാണ്. അവിടെയായിരുന്നു മാർക്കറ്റ് ഇന്ന് തുടങ്ങുന്നതിന് മുമ്പ് പ്രൈസ് ഓപ്പൺ ചെയ്തത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ താഴത്ത് ആക്ച്വൽ മാർക്കറ്റ് ഓപ്പൺ ആയി. എന്നിട്ട് ഇവിടുത്തെ ഈ ഒരു സപ്പോർട്ട് ലൈനിൽ നമ്മൾ സപ്പോർട്ട് എടുത്തു മാർക്കറ്റ്. അതിന് ശേഷം അവിടുന്ന് റിജക്റ്റായി മേളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ മേളിലേക്ക് വന്ന് ഇപ്പോൾ 1:3 ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തു. ഇവിടെ ഹിറ്റ് ചെയ്താൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു എന്നർത്ഥം. അപ്പോൾ എന്തായാലും ഇന്ന് ഇരുന്നത് കൊണ്ട് ജസ്റ്റ് അതിൻ്റെ എന്താണ് മാർക്കറ്റ് എങ്ങനെയാണ് നോക്കിയിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടതെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ചെയ്യുന്നു മാത്രം. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു രീതി, ഇപ്പോൾ നമ്മൾക്കറിയാം, നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടുന്നുണ്ടാകും, ഒപ്പം ടാർഗറ്റ് ഇടുന്നുണ്ടാകും. ടാർഗറ്റ് അവിടെ ലിമിറ്റ് ഓർഡറായിട്ട് ഇടും. നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഇതിൻ്റെ താഴത്ത് SL ഓർഡറായിട്ട് ഇടും. അത് നമുക്കൊന്ന് റെഡ് കളറിൽ മാർക്ക് ചെയ്യാം. ഇനി ഇതിപ്പോൾ മാർക്കറ്റ് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യാൻ പോവുക, നമുക്കിവിടെ നമ്മുടെ ടാർഗറ്റ് കിട്ടാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന വേറൊരു രീതിയുണ്ട്, അതും കൂടെ ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ 1:2 എവിടം വരെ ഉണ്ടെന്നൊന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ 1:2 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിവിടെ വരെയാണ്. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ വേറൊരു കാര്യം നോക്കുന്നു, നമ്മൾ എത്രയാണോ ലോസ് വെച്ചത് അത്രയും തന്നെ ടാർഗറ്റ്, അതായത് 1:1. ഈ ഒരു കണ്ടീഷനിലേക്ക് നമ്മളൊന്ന് നോക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളുടെ 1:3 ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്യും. നമ്മളതിൽ കൂടുതൽ മാർക്കറ്റ് പോകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. സപ്പോസ് ഇന്നലത്തെ ഈ ഒരു സ്വിംഗ് ഹൈ വരെ മാർക്കറ്റ് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഈ 1:3 അവിടെ നിന്ന് എടുത്ത് മാറ്റി ടാർഗറ്റ് ഓർഡറിനെ മുകളിലേക്ക് പ്ലേസ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇട്ടേക്കുന്നതിനെ കയറ്റി കൊണ്ടുവന്ന് 1:1 1:2, അതായത് ഇമ്മീഡിയറ്റ്ലി അത് എക്സിറ്റ് ചെയ്ത് പോവരുത്. ഒരു ഹൈ മൂവ് മാർക്കറ്റ് നടത്തിയാൽ നമുക്കത് കിട്ടണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ മാർക്കറ്റ് അവിടെ നിൽക്കുന്നുണ്ട്, ഇവിടെ ഒരു സപ്പോർട്ട് ലൈൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ താഴത്ത് കൊണ്ടുവന്ന് നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ ട്രയൽ ചെയ്തു. ഇത് ആക്ച്വലി ലൈവായിട്ട് ചെയ്യുമ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ട്രയൽ ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇങ്ങോട്ട് വന്ന് ഇനി ഹിറ്റ് ചെയ്യില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇവിടെ നമ്മൾ ട്രയൽ ചെയ്തു. ഒപ്പം തന്നെ നമ്മൾ ഈ ഒരു ഹൈയിലേക്ക് നമ്മുടെ ലിമിറ്റ് ഓർഡറിനെ വെച്ചു. ഇനി നമുക്കറിയേണ്ടത് അതെത്രയാണ്. നമുക്കൊന്ന് അളന്ന് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും.
അത് 1:5 വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 1:5 ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് മേളിലേക്ക് കയറ്റി കഴിഞ്ഞാൽ കൃത്യം ഒരു 1:5 നോക്കി നമ്മൾ ആ പ്രൈസ് അവിടെ ഒന്ന് അടയാളപ്പെടുത്തി, എന്നിട്ട് ഈ ഒരു പ്രൈസ്, അതായത് 10 രൂപ, 910 രൂപ, ഏകദേശം 5 പൈസ അവിടെ അടയാളപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ, ലിമിറ്റ് ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ അതിൽ അത് ഹിറ്റായിക്കോളും. എന്നാൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടു, നമ്മളിതെല്ലാം പറഞ്ഞ സമയത്ത് മാർക്കറ്റ് ഈ സപ്പോർട്ട് ലൈനിനെ ബഹുമാനിച്ചില്ല, അത് നേരെ തിരിച്ചു വന്നു, നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ഹിറ്റ് ചെയ്തു. ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മളിവിടെ കിടന്ന സ്റ്റോപ്പ് ലോസിനെ എടുത്ത് മുകളിലേക്ക് വെച്ചത് കൊണ്ട് നമുക്ക് എന്ത് കിട്ടി? 1:1. അതായത് 4 രൂപ 40 പൈസ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചു, 4 രൂപ 40 പൈസ ഇവിടെ നമുക്ക് കിട്ടി. അപ്പോൾ 27 ക്വാണ്ടിറ്റി ആയിരുന്നു നമ്മൾ എടുക്കുകയാണെങ്കിൽ എടുക്കുന്നത്. അപ്പോൾ 27 × 4 രൂപ 40 പൈസ നമുക്കവിടെ പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. അതായത് 118 രൂപ നമുക്കവിടെ ലാഭം കിട്ടുമായിരുന്നു. അപ്പോൾ ഇവിടെ അത് ഹിറ്റ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മൾ ട്രേഡിൽ നിന്ന് എക്സിറ്റായി. ഇനിയിപ്പോൾ ഈ നമ്മുടെ ടാർഗറ്റ് ഓർഡറിന് പ്രസക്തിയില്ല, അത് നമ്മൾ റിമൂവ് ചെയ്തിട്ട് നമുക്ക് പോകാം. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ ലാഭം കൂട്ടാൻ വേണ്ടി എപ്പോഴെങ്കിലും ശ്രമിക്കുമ്പോൾ ചെയ്യേണ്ടുന്ന ഒരു രീതിയാണ്. അപ്പോൾ തന്നെ മനസ്സിലാക്കുക, ഒന്നെങ്കിൽ ആ കൂടിയത് ലാഭം കിട്ടും, അല്ലെങ്കിൽ നമുക്ക് കിട്ടാമായിരുന്നതിൽ നിന്ന് കുറയുകയും ചെയ്യും. ഇതിപ്പോൾ സ്റ്റോപ്പ് ലോസ് നമ്മൾ അനക്കുന്നില്ല, എൻട്രി എടുത്തപ്പോൾ വെച്ച് സ്റ്റോപ്പ് ലോസ് തന്നെ അവിടെ ഇട്ടേച്ചിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ട്രേഡിൽ ഉണ്ടാകുമായിരുന്നു. എന്നിട്ട് നമ്മുടെ ടാർഗറ്റ് പഴയപടി നമ്മൾ 1:3 ഇല്ലെങ്കിൽ എത്രയാണെന്ന് വെച്ചാൽ അതിലായിരുന്നു ഉണ്ടായിരുന്നത് വെച്ചാൽ ഇപ്പോൾ ഈ ട്രേഡിൽ നമ്മൾ നിലനിൽക്കുന്നുണ്ടാവും. ഓക്കെ. അത് മാർക്കറ്റ് കണ്ട് നമ്മളുടെ എക്സ്പീരിയൻസിൻ്റെ പുറത്ത് നമുക്ക് പിന്നീട് അങ്ങോട്ടേക്ക് നോക്കിയും കണ്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുവാണ്. ഇനി മാർക്കറ്റ് എവിടം വരെ പോകുന്നു എന്ന് നോക്കിയിട്ട് നിങ്ങളെ പിന്നീട് അറിയിക്കാം. ഓക്കെ. നമ്മൾ പറഞ്ഞു, നമ്മളിന്ന് ഓർഡർ എടുക്കാൻ നോക്കിയിട്ട് അവർ സമ്മതിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് 2 വട്ടം ശ്രമിച്ചു, 2 വട്ടം റിജക്റ്റ് ചെയ്തു. അതിൻ്റെ റീസൺ ഇതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഇവർ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. റെഡ് ബ്ലോക്ക് ടൈപ്പ് നോൺ സ്ക്വയർ ഓഫ് റീസൺ ഇൻട്രാഡേ ട്രാൻസാക്ഷൻസ് ബ്ലോക്ക്ഡ് ഡ്യൂ ടു സ്പെഷ്യൽ ട്രേഡിംഗ് സെഷൻ. ഇന്നൊരു സ്പെഷ്യൽ ട്രേഡിംഗ് സെഷൻ വെച്ചേക്കുന്നതാണ്. അതൊരു റെഗുലർ ട്രേഡിംഗ് സെഷൻ അല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ എന്തൊക്കെയോ ടെക്നിക്കൽ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ വെച്ചേക്കുന്ന ഒരു സെഷനാണ്. അപ്പോൾ NSE നടത്തുന്ന സെഷനായിരിക്കും. അവരുടെ സിസ്റ്റം സൈഡിലുള്ള കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനോ അതിൻ്റെ എന്തെങ്കിലും ട്രബിൾ ഷൂട്ടിങ്ങോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു റെഗുലർ, അതായത് ബൈ ആൻഡ് ഹോൾഡ്, വാങ്ങിച്ചിട്ട് പിന്നെ എപ്പോഴെങ്കിലും വിൽക്കാൻ വേണ്ടിയിട്ട് 2 രീതിയിൽ നമുക്കിവിടെ വാങ്ങിക്കാം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിനകത്താണ് നമ്മൾ ഓർഡർ എടുക്കുന്നത്. ഇപ്പോൾ ബൈ ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ കാണിക്കണം ട്രേഡ് മീൻസ് ഡേ ട്രേഡിംഗ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇൻട്രാഡേ ട്രേഡിങ് നമ്മൾ ഇന്ന് വാങ്ങിച്ചു, ഇന്ന് 3:30 തന്നെ എക്സിറ്റ് ചെയ്യുന്നു. ആ ഒരു രീതിയിൽ ഡേ ട്രേഡ് ചെയ്യുന്നവർ ഇതാണ് സെലക്ട് ചെയ്യേണ്ടത്. അതല്ല, നമ്മൾ ഇന്ന് വാങ്ങിക്കുന്നു, നമ്മളുടെ ഒരു പ്രൈസ് ടാർഗറ്റ് ഉണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ 892 രൂപയ്ക്ക് വാങ്ങിച്ചു. ഞാനിതൊരു 900 രൂപ വന്നാലേ വിൽക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ ഒരു 1000 രൂപ വന്നാലേ ഞാൻ വിൽക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരാൾക്ക് ഇന്ന് തന്നെ അത് വിൽക്കണം എന്ന് ടാർഗറ്റ് ഉണ്ടാവില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രൈസ് വരിക എന്നതാണ് അയാളുടെ ലക്ഷ്യം. അപ്പോൾ അയാൾ ചെയ്യേണ്ടത് ഇൻവെസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ബൈ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ഇത് കിട്ടും. പക്ഷേ അങ്ങനെ വാങ്ങിക്കുമ്പോൾ നമുക്കിവിടെ മാർജിൻ റിക്വയർഡ് എഴുതി കാണിച്ചേക്കുന്നുണ്ടോ, 24,000 രൂപയോളം വേണം ഇത് നമുക്ക് കിട്ടാനായിട്ട്. ഓക്കെ. അപ്പോൾ ഇത്രയും പൈസ കയ്യിലുണ്ടെങ്കിലാണ് അത് ഫില്ലാവുന്നത്. നമ്മുടെ അക്കൗണ്ടിൽ 9,000 ഉള്ളൂ. അപ്പോൾ നമുക്കിത് വാങ്ങിക്കാൻ പറ്റത്തില്ല, ഇത്രയും ക്വാണ്ടിറ്റി. അപ്പോൾ ക്വാണ്ടിറ്റി കുറച്ച് വാങ്ങിക്കാൻ പറ്റും. ഇനി ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇന്ന് കാലത്തെ വാങ്ങിച്ചു, വൈകുന്നേരത്തിനുള്ളിൽ നമ്മൾ വിൽക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അത്രയും പൈസ കൊടുക്കണ്ട, 4,800 രൂപ കൊടുത്താൽ 27 എണ്ണം വാങ്ങിക്കാൻ പറ്റും. ഇതാണ് സംഭവം. അപ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടെ മനസ്സിലായല്ലോ. നമുക്കിനിയിപ്പോൾ മാർക്കറ്റ് എങ്ങോട്ട് പോകുമെന്ന് കുറച്ച് നേരം കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാനിപ്പോൾ പോസ് ചെയ്യുകയാണ്. സുഹൃത്തുക്കളെ, ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 2 മിനിറ്റ്. അപ്പോൾ നമുക്കിവിടെ കാണാം മാർക്കറ്റ് ഇപ്പോൾ ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ആ ഒരു ട്രേഡിംഗ് സെഷൻ, ഫസ്റ്റ് ട്രേഡിംഗ് സെഷൻ കഴിഞ്ഞു. ഇനി ഒരു സെഷനുണ്ട്. എനിക്ക് തോന്നുന്നു അത് 11:30 തുടങ്ങി 12:30 വരെയാണെന്ന് തോന്നുന്നു. എന്തായാലും അതിലേക്ക് നമ്മളിനി നോക്കുന്നില്ല. ഇവിടെ നമ്മൾ പറഞ്ഞു രാവിലെ നമ്മൾ ഇവിടുന്ന് എൻട്രി എടുത്തു, അതിവിടം വരെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തിനെ ബേസ് ചെയ്താണ് എൻട്രി എടുക്കുന്നത്? ഒപ്പം നമ്മൾ പറഞ്ഞു 1:2 മിനിമം നമ്മൾ റിസ്ക് റിവാർഡ് വേണം. എന്നാലാണ് 40 ട്രേഡ് 100 ട്രേഡ് എടുക്കുമ്പോൾ 40 ട്രേഡെങ്കിലും വിൻ ചെയ്താൽ നമുക്ക്
നെറ്റ് പ്രോഫിറ്റിൽ വരാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ട്രേഡ് നമ്മൾ എടുത്തിരുന്നെങ്കിൽ ആക്ച്വലി നമുക്ക് 1:2 എബോ അത് പോയായിരുന്നു. അപ്പോൾ 1:2 നമുക്ക് എന്തായാലും അതിൽ കിട്ടുമായിരുന്നു. ഓക്കെ, ഇനി അതുകൂടാതെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ ട്രേഡിലും എൻട്രി എടുക്കുന്നത് എന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടു, നമ്മളെടുത്ത ട്രേഡുകൾ ഓൾമോസ്റ്റും 1:3 അല്ലെങ്കിൽ 1:4 ഒക്കെ ആയിരുന്നു നമ്മൾ പ്രോഫിറ്റ് എടുത്തപ്പോഴൊക്കെ എടുത്തത്. അപ്പോൾ ഈ 1:3ഉം 4ഉം ഒക്കെ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പോൾ നമ്മളുടെ വാച്ച് ലിസ്റ്റാണിത്. നിഫ്റ്റി 50യിലുള്ള 50 ഷെയറുകൾ നമ്മൾ ഇതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാലത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം, 9:15 മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ഒരു സെഷൻ മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. അത് പ്രീ മാർക്കറ്റ് ഓപ്പൺ എന്ന് പറഞ്ഞിട്ടൊരു സെഷനുണ്ട്. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഇന്നലെ ക്ലോസ് ചെയ്ത പ്രൈസിനേക്കാളും ഇവിടെ നമുക്ക് കാണാം ഇന്നലെ ക്ലോസ് ചെയ്തത് ഇവിടെയാണ് മാർക്കറ്റ്. ഓക്കെ, അതിനുശേഷം ഇന്ന് പ്രീ മാർക്കറ്റിൽ മാർക്കറ്റിനെ പുഷ് ചെയ്ത് താഴത്ത് കൊണ്ടുപോയിട്ട് ഇവിടെയാണ് ഇന്ന് പ്രീ മാർക്കറ്റിൽ മാർക്കറ്റിനെ പ്രൈസ് വന്നേക്കുന്നത്. അപ്പോൾ ആ ഒരു സെഷൻ അത് 7 മണി, അതായത് 9 തൊട്ട് 9:07 വരെ 9 തൊട്ട് 9:07 വരെ ഒരു പ്രീ മാർക്കറ്റ് സെഷനുണ്ട്. അപ്പോൾ 9:07 ആകുമ്പോൾ അത് ക്ലോസ് ചെയ്യും. ആ സമയത്ത് വന്നേക്കുന്ന പ്രൈസ് എന്താണോ അതിലായിരിക്കും പിന്നെ ആ ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിവിടെയായിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു 2% താഴെ ഒരു ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ നമ്മളെന്താ നോക്കുന്നതെന്ന് വെച്ചാൽ ഷെയർ നമ്മൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, പ്രീ മാർക്കറ്റ് സെഷൻ അതായത് 9:07 പ്രീ മാർക്കറ്റ് സെഷൻ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഈ വാച്ച് ലിസ്റ്റ് എടുക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ സിമ്പിൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ A to Z പ്രൈസ് സ്റ്റോക്കിൻ്റെ പേരുകൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ചേഞ്ച് എന്ന് കാണാം. അപ്പോൾ ക്ലിക്ക് ടു സോർട്ട് ബൈ ചേഞ്ച് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷെയറിൻ്റെ പ്രൈസിൽ വന്നിട്ടുള്ള പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് വെച്ചിട്ട് അത് ലോ ടു ഹൈ അല്ലെങ്കിൽ ഹൈ ടു ലോ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് മാറി അത് കാണിച്ചുകൊണ്ടിരിക്കും. കണ്ടോ, ഇപ്പോൾ 2% ആണ് ഏറ്റവും ഹൈ ചേഞ്ച് വന്നേക്കുന്നത്. അതിനുശേഷം 1.3 ഇങ്ങനെ താഴത്തേക്ക്. അതേപോലെ ലോസ് വന്ന ഷെയറിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ലോസ് വന്നത്, കുറവ് വന്നത്, അങ്ങനെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ പ്രീ മാർക്കറ്റിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചേഞ്ച് കാണിച്ചത് JSW സ്റ്റീലിനായിരുന്നു. ഇത്രയും ഒരു ചേഞ്ച് കാണിച്ചു. അപ്പോൾ 1.9% അത് കാണിച്ചു. അതുകൊണ്ട് തന്നെ അത്രയും വലിയ ചേഞ്ച് അവിടെ വരാനുള്ള കാരണം അതുകൊണ്ടിട്ടാണ് നമ്മൾ ആ സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയ ചേഞ്ച് ഇവിടെ വരണമെങ്കിൽ അത്രയും ക്വാണ്ടിറ്റി, അത്രയും വോളിയം, അത്രയും പൈസ ഈ ഷെയറിലേക്ക് ആരൊക്കെയോ കൂടി പ്രീ മാർക്കറ്റിൽ തന്നെ ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ടിട്ടാണ് ഇത്രയും ഒരു ചേഞ്ച് മാർക്കറ്റിൽ കൊണ്ടുവരാൻ സാധിച്ചത് പ്രൈസിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ വോളിയം കൂടുതലുള്ള ഷെയറിൽ നമ്മൾ പോകുവാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ആദ്യകാലത്തൊക്കെ ട്രേഡ് എടുത്ത് തുടങ്ങുന്ന സമയത്ത് നമ്മളൊരു ഷെയർ തന്നെ എല്ലാ ദിവസവും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ അതിനൊരു വോളിയം ഉള്ള സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല മൂവൊക്കെ കിട്ടും. 1:2 ഇല്ലെങ്കിൽ 1:1 ഇല്ലെങ്കിൽ ലോസ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നുണ്ടാകും, അല്ലെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് അടിക്കുന്നുണ്ടാകും. അതെല്ലാ ദിവസവും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ കുറേ അങ്ങ് പോയി കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അതിനകത്ത് ബയേഴ്സിൻ്റെ അല്ലെങ്കിൽ സെല്ലേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടു, വോളിയം ഇല്ല. പിന്നെ സ്റ്റോക്ക് ഇങ്ങനെ, അതായത് ഇതാണ് നമ്മുടെ ടാർഗറ്റ്, ഈ 2 ലൈനുകളാണെങ്കിൽ അതിനുള്ളിൽ തന്നെ മാർക്കറ്റ് ഇങ്ങനെ ഒരു വരച്ചതുപോലെ ഫ്ലക്ച്വേറ്റ് ചെയ്ത് പോകുന്നൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന് വോളിയം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ദിവസങ്ങൾ നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ ടാർഗറ്റും ഹിറ്റ് ചെയ്യുന്നില്ല, സ്റ്റോപ്പ് ലോസും ഹിറ്റ് ചെയ്യുന്നില്ല, കൂടുതൽ സമയം നമ്മൾ ടെർമിനലിൻ്റെ മുമ്പിൽ ഇരിക്കേണ്ടി വരുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. അങ്ങനെ വരുമ്പോഴത്തേക്കിനും നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതേപോലെ വോളിയം ഉള്ളതിനെ പ്രീ മാർക്കറ്റിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയിട്ട്, അത് കണ്ടെത്താൻ വേണ്ടി വേറൊന്നും ചെയ്യേണ്ട, വാച്ച് ലിസ്റ്റ് എടുക്കുക, ഈ ചേഞ്ചിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഹൈ ആയിട്ട് ചേഞ്ച് വന്നേക്കുന്നതും ഏറ്റവും ലോസ് കൊടുത്തേക്കുന്നതുമായിട്ടുള്ള ഷെയറുകളിലൂടെ ലിസ്റ്റാകും. അതിനകത്ത് ലോസിൻ്റെ സൈഡിലാണ് ഏറ്റവും കൂടുതൽ ലോസ് കൊടുത്തത്, പ്രോഫിറ്റിൻ്റെ സൈഡിലാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കൊടുത്തത്. അതിന് നമ്മൾ നോക്കി സെലക്ട് ചെയ്യുന്നു, ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചാർട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ ചാർട്ടിൽ വന്നിട്ട് ഇതുപോലെ നമ്മൾ സപ്പോർട്ടും റെസിസ്റ്റൻസൊക്കെ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. എന്നാലേ നമുക്ക് ഒറ്റ നോട്ടത്തിൽ പെട്ടെന്ന് അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അത് നമ്മൾ മാർക്ക് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ സപ്പോർട്ടും റെസിസ്റ്റൻസും എങ്ങനെ മാർക്ക് ചെയ്യണം എന്നുള്ളത് നമ്മൾ വേറൊരു വീഡിയോ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്തു. ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഉള്ള സപ്പോർട്ട് ലൈൻ ഇതാണ്.
ഇവിടെ നമ്മൾ സപ്പോർട്ട് ഇല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ സപ്പോർട്ട് അല്ലെങ്കിൽ എന്താണ് ഈ റെസിസ്റ്റൻസ്, അതിൻ്റെ കാരണം കൂടെ ഞാനൊന്ന് വ്യക്തമാക്കി തരാം. അതായത് ഈ ഒരു പ്രൈസ് ലൈനിൽ വരുമ്പോഴൊക്കെ ആരൊക്കെയോ ഇവിടുന്ന് ബൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തിട്ട് ഇതിനെ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോകാൻ പ്രൈസിന് പറ്റുന്നില്ല. അപ്പോഴെന്ത് സംഭവിക്കും? താഴത്തേക്ക് പോകാൻ പറ്റുന്നില്ല മീൻസ് ആരൊക്കെയോ ഇവിടെ ഹ്യൂജ് മാർക്കറ്റ് ഓർഡറിൽ ബൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അഗ്രസീവ് ബൈയിങ് ഇവിടെ നടക്കുന്നത് കൊണ്ടിട്ടാണ് ഇവിടുന്ന് പ്രൈസ് താഴെ പോകാതെ ഇവിടുന്ന് പ്രൈസ് മുകളിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ അഗ്രസീവ് ബൈയിങ്, അതായത് വിൽക്കാൻ വെച്ചേക്കുന്ന ആൾക്കാർ കൂടുതൽ വില ചോദിക്കുകയാണ് ഷെയറിന്. അപ്പോൾ അവർ ചോദിക്കുന്ന വിലയ്ക്ക്, അതായത് നമുക്ക് രണ്ട് രീതിയിൽ ബൈ ചെയ്യാം. ഒന്ന്, മാർക്കറ്റ് പ്രൈസിന് ബൈ ചെയ്യാം. ഇത് അൺചെക്ക് ചെയ്താൽ നമ്മൾ പറയുന്ന പ്രൈസിന് നമുക്ക് ബൈ ചെയ്യാം. അപ്പോൾ ഞാൻ ചോദിക്കുന്ന പ്രൈസിനെ ഞാൻ വാങ്ങിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൈസ് എത്രയാണോ ഞാൻ ചോദിക്കുന്നത് അത് വരുന്നത് വരെ എൻ്റെ ഓർഡർ അവിടെ കിടക്കും, അത് എക്സിക്യൂട്ട് ആവത്തില്ല. ഓക്കെ, അപ്പോൾ മാർക്കറ്റിൽ എപ്പോഴും പ്രൈസ് മൂവ് ചെയ്യുന്നത്, അത് മുകളിലേക്ക് ആയിക്കോട്ടെ താഴത്തേക്ക് ആയിക്കോട്ടെ, പ്രൈസ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ നല്ല രീതിയിൽ മാർക്കറ്റ് ഓർഡേഴ്സ് വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഓർഡർ വരുന്നത് ബൈയിങ് സൈഡിലേക്ക്, അതായത് കൂടിയ വിലയ്ക്ക് വാങ്ങിക്കാൻ ആൾക്കാർ തയ്യാറാകുകയാണെങ്കിൽ മാർക്കറ്റ് ഓർഡർ അങ്ങനെ വാങ്ങിക്കാൻ വന്നാൽ പ്രൈസ് മുകളിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ അഗ്രസീവ് ബൈയിങ് എന്ന് പറയാം. ഇനി ഇവിടെ നോക്കാം, പ്രൈസ് താഴത്തേക്ക് വരുന്നു. പ്രൈസ് താഴത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര താഴ്ന്ന വിലയ്ക്കും ആ പ്രൊഡക്റ്റിനെ വിൽക്കാൻ വേണ്ടി ആരൊക്കെയോ ഇരിപ്പുണ്ട്. അപ്പോൾ ആരുടെയൊക്കെയോ കയ്യിൽ കുറച്ച് അധികം ഷെയർ ഇരിപ്പുണ്ട്, അവർ എത്ര കുറഞ്ഞ വിലയ്ക്കും വിൽക്കാൻ തയ്യാറാണ്. അപ്പോൾ സെല്ല് താഴത്തേക്ക് അവർ ചെയ്യുവാണ്. അപ്പം വാങ്ങിക്കാൻ, ഈ വിലയ്ക്ക് വാങ്ങിക്കാൻ ആളില്ല. അപ്പോൾ സെല്ലേഴ്സ് എന്ത് ചെയ്യും? അത് താഴെ ഏത് വിലയ്ക്കാണ് വിൽക്കാൻ ആളുള്ളതെന്ന് നോക്കും, ആ വിലയ്ക്ക് അവരൊന്ന് വിൽക്കാൻ തയ്യാറാകും. അതായത് മാർക്കറ്റ് ഓർഡർ സെല്ലേഴ്സ് വരുമ്പോൾ. അപ്പോൾ അഗ്രസീവ് ബൈയിങ്ങും അഗ്രസീവ് സെല്ലിങ്ങും അത് മാർക്കറ്റ് ഓർഡറിൽ നടക്കുമ്പോഴാണ് പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നത്. ഓക്കെ, അത് അഗ്രസീവായിട്ടുള്ള സെല്ലേഴ്സ് ആണെങ്കിൽ നമുക്ക് പ്രൈസ് കുറയുന്ന കാണാൻ പറ്റും, അഗ്രസീവായിട്ടുള്ള ബയേഴ്സ് ആണെങ്കിൽ പ്രൈസ് കൂടുന്ന കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ആരൊക്കെയോ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ഹിസ്റ്റോറിക്കലി നോക്കിക്കഴിഞ്ഞാൽ, മുന്നേ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടുന്ന് മാർക്കറ്റിൻ്റെ പ്രൈസ് താഴെ പോയി അടുത്ത ഒരു സപ്പോർട്ട് ലൈൻ ഉണ്ടായിരുന്നു. അതായത് ഇവിടെ ആരൊക്കെയോ വാങ്ങിക്കാനിരിക്കുന്നുണ്ടായിരുന്നു, അവരിവിടെ വാങ്ങിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഈ വിക്ക് നമ്മളിവിടെ കാണുന്നത്. അതിനുശേഷം ഇവിടെ വന്നപ്പോൾ ഇവിടുന്ന് വീണ്ടും വാങ്ങിക്കുവാണ്. അപ്പോൾ ഈ പർട്ടിക്കുലർ പോയിന്റുകളിൽ ഇവിടെയൊക്കെ വാങ്ങിക്കൽ നടക്കുന്നത് കൊണ്ടാണ് മുകളിലേക്ക് പ്രൈസ് കയറിപ്പോയത്. അപ്പോൾ ഏത് പ്രൈസിൽ വെച്ചിട്ടാണോ ഈ അഗ്രസീവ് ബയേഴ്സ് ട്രിഗർ ആകുന്നത് അതാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അത് ഹിസ്റ്റോറിക്കൽ മാർക്കറ്റിൽ വരുത്തിയിട്ടുള്ള ആ പ്രൈസ് പോയിന്റുകൾ, ഇതുപോലെയുള്ള പോയിന്റുകൾ കണ്ടുപിടിച്ച് നമ്മൾ അടയാളപ്പെടുത്തിയേക്കണം. അത് അതിനെപ്പറ്റി വിശദീകരിക്കുന്ന സപ്പോർട്ടും റെസിസ്റ്റൻസും വരയ്ക്കുന്ന വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ പ്രാധാന്യം ഇതാണ്, ഇവിടെ ഒന്നുകിൽ ബയേഴ്സ് ഉണ്ടാകും അല്ലെങ്കിൽ സെല്ലേഴ്സ് ഉണ്ടാകും. ഇനി ബയേഴ്സ് ആണോ ഇവിടെ ഉള്ളത് സെല്ലേഴ്സ് ആണോ ഇവിടെ ഉള്ളതെന്ന് അറിയാൻ ഒരു മാർഗ്ഗമേ ഉള്ളൂ. ഇതിനെ കട്ട് ചെയ്ത് പ്രൈസ് താഴെ പോയി, പക്ഷേ അത് അവിടെ സസ്റ്റെയിൻ ചെയ്യുന്നില്ല, തിരിച്ച് കയറി പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ അഗ്രസീവ് ബയേഴ്സ് ആണുള്ളത്, സെല്ലേഴ്സ് അല്ല. അപ്പോൾ അത് മനസ്സിലാക്കിയപ്പോഴാണ് നമ്മളിവിടെ മുകളിലേക്ക് ട്രേഡ് എടുത്തത്. ഇനി നമ്മൾ ആ മനസ്സിലാക്കുന്നത് എല്ലായ്പ്പോഴും ശരിയാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ഇവിടെ താഴെ പോയി എന്നിട്ട് തിരിച്ച് മുകളിലേക്ക് പോയി. അപ്പോൾ ഇനി ഒരു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ വരുവാണ്, FIIs വരുവാണ്, അവർ ഇവിടെ നിന്ന് സെല് ചെയ്തേക്കാമെന്ന് വിചാരിച്ച് ഇത് താഴെ പോകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എപ്പോഴും ശരിയാകണം നിർബന്ധമില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ 100 ട്രേഡ് എടുക്കുമ്പോൾ 40 ട്രേഡ് വിൻ ചെയ്താൽ മതി, നമുക്ക് ഇവിടെ നല്ല ലാഭം ഉണ്ടാക്കാം. അപ്പോൾ ആ പ്രോബബിലിറ്റി നമുക്ക് എന്തായാലും കിട്ടും. ഒരു 100 ട്രേഡ് എടുത്താൽ 50-50 അത് ഏതൊരാൾക്കും കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഷെയർ മാർക്കറ്റിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നമ്മളത് കണ്ടു, ഇവിടെ അഗ്രസീവ് ബൈയിങ് നടക്കുന്നു എന്ന് നമ്മൾ ജഡ്ജ് ചെയ്തു. സോ നമ്മൾ ഇവിടുന്ന് എൻട്രി എടുത്തു. അപ്പോൾ ഇവിടം വരെ നമുക്ക് എന്ത് കിട്ടി? 1:2 കിട്ടി. അപ്പോൾ ഇതായിരുന്നു 1:3. അപ്പോൾ 1:3യിലേക്ക് മാർക്കറ്റ് വന്നില്ല. ഇവിടെ അങ്ങോട്ട് അടുക്കും തോറും ഇവിടെ നമുക്ക് കാണാം ഇവിടെ ഒരു പ്രൈസ് ആക്ഷൻ പോയിൻ്റ് ഉണ്ട്. ഇവിടുന്ന് ആരൊക്കെയോ സെല്ല് ചെയ്യുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് പ്രൈസ് വീണ്ടും താഴെ പോയി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ മാർക്കറ്റിൽ സംഭവിച്ചേക്കുന്നത്. കുറച്ചും കൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനിയപ്പോൾ ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഈ പറഞ്ഞ പോലെ മാർക്കറ്റിൽ, അതായത് ചാർട്ട് കണ്ട് പറഞ്ഞ പോയിന്റുകളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.